കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്ക് വെല്ലുവിളി ഉയർത്തി ലീഗ് വിമതൻ 38-ാം ഡിവിഷനായ ആദിക്കടലായിൽ മുഹമ്മദിനെയാണ് സ്വന്തമായി ജനവിധി തേടുന്നത്. LDFിന്റെ സിറ്റിംഗ് സീറ്റായ ആദികടലായി തിരിച്ചുപിടിക്കുക ലക്ഷ്യമിട്ടാണ് റിജിൽ മാക്കുറ്റിയെ കോൺഗ്രസ് കളത്തിലിറക്കിയത്. കഴിഞ്ഞ തവണ 300-ലേറെ വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലായിരുന്നു ഇടതുമുന്നണിയുടെ വിജയം. ലീഗ് വിമതന്റെ സ്ഥാനാർത്ഥിത്വം കൂടിയായതോടെ ആദികടലായിൽ മത്സരം കടുത്തു. തീരദേശ മേഖലയായ ഡിവിഷനിൽ വീട് കയറിയുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. കടലായി ശാഖ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് മുസ്തഫ, സെക്രട്ടറി ലത്തീഖയാണ്. ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാക്കന്മാർ. ഇവർ ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ പാർട്ടി എടുത്ത തീരുമാനത്തിന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ നേതാക്കന്മാരെല്ലാം എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി വരുന്നത്. ഇവർ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇക്കാലം അത്ര എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗ് അണികൾ, ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരിക്കലും എനിക്കെതിരായി വോട്ട് ചെയ്യില്ല. എന്തെല്ലാം പ്രചരണം നടത്തി കഴിഞ്ഞാലും ഈ നേതാക്കന്മാർ പറയുന്നത് അവർ കേൾക്കുവാൻ അത്രയേറെ ബന്ധമുള്ളവരാണ്. കോൺഗ്രസിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കണമെന്ന പ്രാദേശിക വികാരം മാനിച്ചില്ലെന്ന് ആരോപിച്ചാണ് ലീഗ് വിമതൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. നമ്മളെ 38-ാം ഡിവിഷൻ കമ്മിറ്റി ഏകാണ്ടമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം, മറ്റുള്ള ആളെ തോപ്പിച്ചിട്ട് നമ്മൾ ജയിക്കാനല്ല. ഇവിടെ 6 സ്ഥാനാർത്ഥികളുണ്ട്. വോട്ടായിരിക്കും കിട്ടുന്ന അവരെ ജയിക്കും. അതാണല്ലോ ജനാധിപത്യം. സിറ്റിംഗ് സീറ്റിൽ വിജയമുറപ്പെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു LDFിനെ സംബന്ധിച്ച് ആദികടലായി ഡിവിഷനിൽ വെല്ലുവിളി ഇല്ല. പ്രത്യേകിച്ച് റിജിൽ മാക്കുറ്റി ആയത് നമുക്ക് കുറച്ചുകൂടി ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം റിജിൽ മാക്കുറ്റി പിന്നെ ഇവിടെ നാട്ടുകാർക്ക് അറിയാത്ത ആളാണ്. കോർപ്പറേഷൻ നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും പോര് ഘടിപ്പിക്കുമ്പോൾ ആദികടലായിലെ ഫലവും നിർണായകമാകും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.